ഇല്ല, ഇപ്പോൾ ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇത് പൈസ പോയി എന്ന് പറയുന്നതിനും ഇവരിവിടെ വന്നതിനും പോയതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, വീഡിയോ സഹിതമാണ്. അതായത് കുറ്റം ചെയ്തത്, ഫോർ എക്സാമ്പിൾ QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്, ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട്, യാത്ര ചെയ്ത് ഇവിടെ വരുന്നത്, ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു, പോലീസ് ബാക്കി ഒന്ന് ശേഖരിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവും അവിടെ കൊടുത്തതായിട്ടും കാണുന്നില്ല. അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറയുന്നതോ എന്തെങ്കിലും ഒരു വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്കിതിനെ കേസെടുക്കുന്നത് അതൊക്കെ പോലീസിന്റെ ഭാഗത്തെ ന്യായമായ കാര്യമാണ്, അവരെടുക്കാം, അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ്, അതുകൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കൗണ്ടർ കേസാണ്. സാധാരണ കൗണ്ടർ കേസിനെ ഗൗരവത്തിൽ എടുക്കില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, പോലീസ് കൃത്യമായി പ്രവർത്തിക്കും. കാരണം പോലീസിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റ് ഞാൻ പറയട്ടെ. കാരണം യൂണിഫോം ഇട്ടവർ എപ്പോഴും മാനിച്ചോണം, കാരണം അതൊരു സേനയാണ്. പക്ഷേ ഈ പോലീസിനകത്താണ്. ഇപ്പം ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്ന ആളാണ്. സിനിമയിലും രാഷ്ട്രീയത്തിലും മോശക്കാർ കാണും, എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ സിനിമക്കാർ മൊത്തം മോശക്കാരാവും ഇല്ല. ഇതേപോലെ പോലീസ് സേന 99% നല്ലവരാണ്. പിന്നെ ചില പുഴുക്കുത്തുകളുണ്ടാവും. ഇതിലേതോ ഒരാളുടെ ഒരു കുബുദ്ധി ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല. മാത്രവുമല്ല, ഇവളുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഈ ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും വരും. ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളാണ് കൂടെ നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞു, എങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം, പറ്റുന്നുണ്ട്. ഇല്ല, നമ്മുടെ അനിയത്തിമാരെ പോലെ എൻ്റെ പിള്ളേരാണ് എന്നാണ് ഇവള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ കുറഞ്ഞപ്പോൾ പോലും. കൗണ്ടർ കേസിനെ പോലീസ് ഇത്ര കൂടുതലാണെന്ന് തന്നെ പറഞ്ഞു. കേസിന് താങ്കൾ വന്നിട്ടുണ്ട്. കൗണ്ടർ കേസിനകത്ത് FIR ഉണ്ട്. FIR വകുപ്പുകളും ഗുരുതരമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിൽ കാണണ്ടേ? അതെ, നമ്മൾ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ, അതായത് ആഭ്യന്തരം കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ സമീപിച്ചതും പരാതി കൊടുത്തതിൻ്റെ കാര്യം അതാണ്. നമുക്കതിലപ്പുറം ചെയ്യാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായിട്ടും ജാമ്യമില്ല വാറണ്ട് ഇടുന്നത് എപ്പോഴാണ്? അവധി ദിവസങ്ങൾ നോക്കിയിടും. അതേപോലെ കരുതിക്കൂട്ടി തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ CA ആണ്. CA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിമൽ ബ്രൈൻ, എന്താ അദ്ദേഹത്തിന്റെ പേര്? അങ്ങനെ വിമൽ, അദ്ദേഹമാണ്. അപ്പോൾ വിമൽ ഗബ്രിയിൽ നിന്നുമാണ്. അപ്പോൾ അദ്ദേഹം ആയിരിക്കാം. നമുക്ക് നേരിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പോലീസ് സ്വീകരിച്ചത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാംസ്കാരിക രംഗത്തും അല്ലെങ്കിൽ പൊളിറ്റിക്സിലും ഉള്ള ഒരു വ്യക്തി പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏത് രീതിയിൽ എല്ലാവരും പെരുമാറും. പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുകയൊക്കെ കാണുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു പരാതിക്ക് പോയില്ല. അവിടെ ഇരുന്നു ഒരു 2-3 മണിക്കൂർ എടുത്ത് മൊഴിയെടുക്കാൻ എല്ലാം കൊടുത്തിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ പോലും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല, എനിക്കെതിരെ ഇങ്ങനെ കേസ് ഇട്ടതായിട്ടോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. CA ആണ്. വിമൽ എന്നൊരു മനുഷ്യൻ. ആരാണ് അദ്ദേഹം? അതെ, കുറച്ച് ഉയരം കൂടിയ മനുഷ്യനാണ്. CA